മക്കളെ, സോ SSLC ക്രിസ്മസ് എക്സാമിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചാപ്റ്ററിലെയും A+ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ ആദ്യം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ആ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, X ആക്സിസിൽ ടെമ്പറേച്ചർ താപനിലയാണ് തന്നിരിക്കുന്നത്, Y ആക്സിസിൽ വോളിയം വ്യാപ്തമാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടിയാൽ, താപനില കൂടിയാൽ വോളിയം വ്യാപ്തം എന്താ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യുകയാണ്, കൂടുകയാണ്. സോ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾക്ക് കിട്ടും. വോളിയവും ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടുന്നു. V is proportional to T. ഏത് ഗ്രാഫാണ്? ചാൾസ് ലോ ആണ്. ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണിത്. എന്താണ്? ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് 150 ലിറ്റർ, ഈ ഗ്യാസിന്റെ വോളിയം 150 ലിറ്റർ ആണ്. അപ്പൊ V1 150 at 300 Kelvin. T1 ടെമ്പറേച്ചർ, കെൽവിൻ ടെമ്പറേച്ചർ താപനിലയുടെ യൂണിറ്റ് ആണ്. സോ T1 ആണത്. What will be the volume of this gas at 600 Kelvin? Kelvin ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്, രണ്ടാമത്തെ ടെമ്പറേച്ചർ ആയതുകൊണ്ട് T2. മക്കളെ, 300 കെൽവിനിൽ ഈ ഒരു വാതകത്തിന്റെ, ഈ ഒരു ഗ്യാസിന്റെ വോളിയം 180 ലിറ്റർ ആണെങ്കിൽ 600 കെൽവിനിൽ അതിന്റെ വോളിയം എത്ര, വ്യാപ്തം എത്ര എന്നാണ് നിങ്ങളോട് ചോദ്യം. അപ്പൊ ചാൾസ് ലോ അനുസരിച്ച് V1/T1 is equal to V2/T2. അപ്പൊ V1 ഉം T1 ഉം ഒക്കെ എന്താ നമുക്കൊന്ന് എഴുതാം. V1 ആദ്യത്തെ വോളിയം 150 ലിറ്റർ ആണ്. ആദ്യത്തെ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. രണ്ടാമത്തെ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് 600 കെൽവിൻ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് V2 ആണ്, V2. സോ ആദ്യം തന്നെ നിങ്ങൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. V1T2 is equal to V2T1. ആൻഡ് മക്കളെ, നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾ ഒരു ബ്രാക്കറ്റിൽ, ഒരു ബോക്സിൽ അങ്ങ് ഇടുക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിനെ ഒരു ബോക്സിൽ ഇടുക. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് വോളിയം ആണ്, രണ്ടാമത്തെ വോളിയം ആണ്, വ്യാപ്തമാണ്. സോ ഞാൻ അതിനെ ബോക്സിൽ ഇട്ടു. എന്നിട്ട് ആ V2നെ നിങ്ങൾ അവിടുന്ന് അനക്കാൻ പാടില്ല. V2 കണ്ടുപിടിക്കണമെങ്കിൽ T1നെ ഈസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. T1 ഇവിടെ ഡിനോമിനേറ്ററിലല്ല, ന്യൂമറേറ്ററില, മുകളിലാ. ഇവിടെ എത്തുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് വരും, താഴേക്ക് വരും. സോ V2 ഈസ് ഈക്വൽ ടു V1T2 ഡിവൈഡഡ് ബൈ, അപ്പുറത്തെ T1 ഇപ്പുറത്ത് എത്തിയപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വന്നു. അപ്പൊ നമുക്ക് V2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? V1T2/T1 ചെയ്യണം. V1 എത്രയാണ്? V1 150 ആണ്. V1 ഇൻറ്റു T2 എത്രയാണ്? രണ്ടാമത്തെ ടെമ്പറേച്ചർ 600 ആണ്. ഡിവൈഡഡ് ബൈ T1 ആദ്യത്തെ ടെമ്പറേച്ചർ 300 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ 150 300 കൂടി ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും. 600/2 എന്ന് പറയുന്നത് 300 ലിറ്റർ ആണ് ഇതിന്റെ വോളിയം അഥവാ വ്യാപ്തം. റെഡി? അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 100% വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. കാലമൈൻ ആൻഡ് സിങ്ക് ബ്ലൻഡ് ആർ ദ ഓർസ് ഓഫ് സിങ്ക്. കാലമൈനും സിങ്ക് ബ്ലൻഡും സിങ്കിന്റെ രണ്ട് ഓറുകളാണ്, അയിരുകളാണ്. വിച്ച് ഓഫ് ദം ക്യാൻ ബി കൺവേർട്ടഡ് ടു സിങ്ക് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ? ഇതിൽ ഏതിനെയാണ് കാൽസിനേഷൻ വഴി എന്താക്കി മാറ്റാൻ സാധിക്കുക? സിങ്കിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാൻ സാധിക്കുക? മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സിങ്കിന്റെ രണ്ട് അയിരുകൾ, രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓറുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിങ്ക് കാർബണേറ്റ്, ZnCO3. എന്താ? ZnCO3. രണ്ട് സിങ്ക് ബ്ലെൻഡ്. എന്താ? സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ Zn സൾഫറിന്റെ കൂടി ഇരിക്കുന്നതാണ് സിങ്ക് ബ്ലെൻഡ്. ആദ്യത്തേതാണ് കാലമൈൻ. എങ്ങനെ ഓർത്ത് വെക്കാം? കാർബണേറ്റിൽ Ca ഉണ്ട്, കാർബണേറ്റിൽ. അപ്പൊ അതാണ് എന്ത്? കാലമൈൻ എന്നറിയപ്പെടുന്നത്. എന്തറിയപ്പെടുന്നത്? കാലമൈൻ എന്നറിയപ്പെടുന്നത്. കാലമൈൻ. ഓക്കെ, അപ്പൊ സിങ്ക് ബ്ലെൻഡ് എന്താ? സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ആണ്. ഇവിടെ സിങ്ക് സൾഫൈഡ് എന്ന് എഴുതാം. സിങ്ക് സൾഫൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിങ്ക് ബ്ലെൻഡ്. എന്താ? സിങ്ക് ബ്ലെൻഡ്. റെഡി അല്ലേ? അപ്പൊ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡും കാലമൈൻ എന്ന് പറയുന്നത് സിങ്ക് കാർബണേറ്റുമാ. ഓർത്തു വെക്കാൻ, കാലമൈൻ കാർബണേറ്റ് രണ്ടിലും യെസ്. ഓക്കെ അല്ലേ? യെസ്. ഇനി മക്കളെ, കാൽസിനേഷൻ എവിടാ നടത്തുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. കാൽസിനേഷൻ അതും ഈസിയാ. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കാർബണേറ്റില് Ca ഉണ്ട്, കാലമൈനില് Ca ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മുടെ കാൽസിനേഷനിലും എന്തുണ്ട്? Ca ഉണ്ട്. കാൽസിനേഷനിലും എന്തുണ്ട്? Ca ഉണ്ട്. അപ്പൊ കാൽസിനേഷൻ നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്?
കാലമൈന് വേണ്ടിയിട്ടാണ്. കാലമൈൻ ആരാണ്? സിങ്കിന്റെ കാർബണേറ്റ് ഓർ ആണ് കാലമൈൻ. റെഡി അല്ലേ? യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിന്റെ ഇക്വേഷൻ സമവാക്യം എഴുതണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിങ്ക് കാർബണേറ്റിനെ ചൂടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ചൂടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? കാൽസിനേഷൻ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, സിങ്ക് കാർബണേറ്റിനെ ചൂടാക്കിയാൽ ഈ CO3 മാറി അവിടെ ആരായിട്ട് മാറും? അവിടെ ZnO ആയിട്ട് മാറും. സിങ്കിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ ZnO പോയാൽ ഇവിടെ ബാക്കി ആരാ? CO3 ഒരു O നഷ്ടപ്പെട്ടാൽ പിന്നുള്ളത് CO2. അപ്പൊ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ ഫോം ചെയ്യും. So calcination എന്താന്ന് ചോദിക്കും? Heating the ore in the absence of air or in a limited supply of air is called calcination. ക്ലിയർ അല്ലേ? യെസ്, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ്. 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, 100% ഉറപ്പുള്ള ചോദ്യം. മക്കളെ, ചോദ്യം ഇതാണ്. കോൺസെൻട്രേഷൻ മെത്തേഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ്? കോൺസെൻട്രേഷൻ മെത്തേഡുകളെ കുറിച്ച്. യെസ്, ആദ്യത്തേത് ഇതാണ്. ഓറിന്റെ പ്രത്യേകത തന്നിട്ട് ഏത് കോൺസെൻട്രേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഓറിന്റെ അയിരിന്റെ പ്രത്യേകത എന്താണ്? ഓറിന് നമ്മുടെ ഇംപ്യൂരിറ്റിയേക്കാൾ, അപദ്രവ്യം എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റി, ഓറിന് ഇംപ്യൂരിറ്റിയേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ആദ്യത്തേത് എന്താണ്? ഓറിന് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഹെവിയർ എന്ന് തരാം, അല്ലെങ്കിൽ സാന്ദ്രത കൂടുതൽ, ഡെൻസിറ്റി കൂടുതൽ എന്ന് തരാം. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഏത് മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലെവിഗേഷൻ. എന്താ മെത്തേഡിന്റെ പേര്? ലെവിഗേഷൻ. അപ്പൊ ലെവിഗേഷൻ ഓർക്കുമ്പോൾ, വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് ഓർക്കുമ്പോൾ അരി കഴുകുന്നത് ഓർക്കണം. അരിയാണ് നമ്മുടെ ഓറ്. അപ്പൊ ഓറ് നമുക്ക് താഴെ കെട്ടും, അല്ലെ? ഹെവിയറാ, താഴെ കിടക്കും. വേണ്ടാത്ത മാലിന്യങ്ങൾ, ഇംപ്യൂരിറ്റീസ് വെള്ളത്തിന്റെ പുറത്തും കിടക്കും. ക്ലിയർ അല്ലേ മക്കളെ? ആ മെത്തേഡാണ് എന്ത്? ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ, അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. സോ ആദ്യത്തേത് എന്താണ്? ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻ. നെക്സ്റ്റ് വൺ, ഓറിന് ഇംപ്യൂരിറ്റിയേക്കാൾ സാന്ദ്രത കുറവ്, ഓറിന് ഡെൻസിറ്റി കുറവാണ്. രണ്ടാമത്തതിൽ ഓർ ഈസ് ലെസ് ഡെൻസർ ഓർ ലൈറ്റർ കുറവാണ്, ചെറുതാണ്, ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ എന്ത് പറ്റും? ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ മുകളിലേക്ക് പോവെന്ന് ഓർക്കണം, താഴെ കിടക്കത്തില്ല, പൊങ്ങിക്കിടക്കും. അപ്പോ ഏത് മെത്തേഡാണ്? നമ്മുടെ ഫ്രോത്തിനോടൊപ്പം, നമ്മുടെ പതയോടൊപ്പം നമ്മുടെ ഓറ് പൊങ്ങിപ്പോകുന്ന, മുകളിലേക്ക് പോകുന്ന പ്രോസസ് എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് അഥവാ പ്ലവന പ്രക്രിയ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ഓർ പ്ലവന പ്രക്രിയ. റെഡി അല്ലേ? അവിടെ ഓറിന് ഡെൻസിറ്റി കുറവാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അയിരിന്റെ മാഗ്നറ്റിക് നേച്ചർ. മക്കളെ, മാഗ്നറ്റിക് നേച്ചർ, കാന്തിക സ്വഭാവം, മാഗ്നറ്റിക് നേച്ചർ. അപ്പൊ ഓറിന് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റിക്ക്, ഒരാൾക്ക് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടൈപ്പ് ചോദ്യം തന്നെയാണ്. സിങ്ക് കാർബണേറ്റിനെ ചൂടാക്കുന്നു, എന്തുണ്ടാകും? സിങ്ക് കാർബണേറ്റ് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ആൻഡ് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. ഓക്കെ, റെഡി. ആൻഡ് അടുത്തത് സിങ്ക് സൾഫൈഡ്, സിങ്ക് ബ്ലെൻഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നത്, ചൂടാക്കുന്നത്. ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജന്റെ പ്രസൻസിലാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റിംഗ്. എന്താണ്? റോസ്റ്റിംഗ്. മക്കളെ, റോസ്റ്റിംഗിലും O ഉണ്ട്, നമ്മുടെ ഓക്സിജനിലും O ഉണ്ട് എന്ന് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. റോസ്റ്റിംഗ്. റെഡി. ആൻഡ് അവിടെ കിട്ടുന്നത് എന്താ? സിങ്ക് സൾഫൈഡിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? റോസ്റ്റിംഗ്. അപ്പൊ അവിടെയും ഉണ്ടാകുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്, കൂടെ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിന് പകരം സൾഫർ ഡയോക്സൈഡ്. അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? എങ്ങനെയാണ് കാൽസിനേഷൻ റോസ്റ്റിംഗിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് കാൽസിനേഷൻ ഇൻ ദി അബ്സെൻസ് ഓഫ് എയർ?
എയറിന്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ നടക്കുന്ന പ്രോസസ്സാണ് ഹീറ്റിംഗ് ദി ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ഓർ ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. അങ്ങനെയാണെങ്കിൽ റോസ്റ്റിംഗിലോ ഉണ്ട് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റോസ്റ്റിംഗ്. ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് റോസ്റ്റിംഗ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാന ചോദ്യം ഫ്രം ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും 100% ഉറപ്പുള്ള മറ്റൊരു ചോദ്യം ഇതാണ് മക്കളെ. അതായത് ഒരു ഗാൽവനിക് സെല്ല് തന്നിട്ടുണ്ട്. ഈ ഗാൽവനിക് സെല്ലിന്റെ കുറെ അധികം സ്റ്റേറ്റ്മെന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം സ്റ്റേറ്റ്മെന്റുകളും തന്നിരിക്കുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ആസ് ദ സെൽ ഓപ്പറേറ്റ്സ് ദ മാസ് ഓഫ് സിങ്ക് റോഡ് ഡിക്രീസസ്. ഈ സെല്ല് പ്രവർത്തിക്കുമ്പോൾ സിങ്ക് റോഡിന്റെ മാസ് കുറയും എന്നാണ് പറയുന്നത്. സിങ്ക് റോഡിന്റെ മാസ് കുറയും. ശരിയാണോ? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും മുക്കി വെച്ചിരിക്കുന്നു. ആൻഡ് ഈ 2 ഇലക്ട്രോഡുകളെ തമ്മിൽ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. 2 സൊല്യൂഷനുകളെ തമ്മിൽ ഒരു സാൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ റിയാക്ഷൻ ഇവിടെ സെല്ല് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സിങ്ക് Zn2+ അയോണുകളായിട്ട് മാറി ഈ സൊല്യൂഷന്റെ ഉള്ളിലേക്ക് വരും. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആ 2 ഇലക്ട്രോണുകൾ ഒഴുകി ഇതാ ഇതുവഴി ഒഴുകി ഇലക്ട്രോണുകൾ ഇതാ ഇതുവഴി ഒഴുകി ഇവിടെ എത്തും. ക്ലിയർ ആണല്ലോ? അപ്പൊ സിങ്ക് Zn2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സിങ്ക് ദണ്ടിൽ, ഈ സിങ്ക് റോഡിൽ സിങ്കിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് Zn2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇവിടെ സിങ്ക് റോഡിന്റെ മാസ് കുറയുന്നത് is a true statement. അടുത്തത് ഇതാണ്: the copper electrode is the anode. കോപ്പർ ആനോഡ് ആണെന്നാണ് പറയുന്നത്. ആണോ? ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ്. ഇവിടെ ഓക്സീകരണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് സിങ്ക് ആണ് ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം നടക്കുന്നത്. സോ കോപ്പർ ആക്ട് ആസ് കാഥോഡ്. എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ നടക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ പ്രസ്താവന. മൂന്നാമത്തെ ചോദ്യം: ഇലക്ട്രോൺ ഫ്ലോ ഫ്രം ദ സിങ്ക് ഇലക്ട്രോഡ് ടു കോപ്പർ ഇലക്ട്രോഡ് ത്രൂ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി സിങ്കിൽ നിന്നും കോപ്പറിലേക്ക് ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യും. കറക്റ്റ് ആണ് അല്ലെ? സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആയി സൊല്യൂഷനിലേക്ക് വരികയാണ്. അപ്പൊ ഇലക്ട്രോൺ ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ കോപ്പർ 2+ CuSO4 ൽ കോപ്പർ 2+ അയോണുകൾ ഉണ്ട്. ഈ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ ചാടി പിടിച്ച് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറി ഇവിടെ പറ്റി പിടിക്കും. ക്ലിയർ അല്ലേ? അപ്പോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ഇതാണ്: ഡ്യൂറിംഗ് സെൽ റിയാക്ഷൻ റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി കോപ്പർ ഇലക്ട്രോൺ. കോപ്പറിൽ റിഡക്ഷൻ ആണോ നടക്കുന്നത്? അതെ, കോപ്പർ ഇലക്ട്രോണുകളെ വാങ്ങുകയാണ്. ഇലക്ട്രോണുകളെ വാങ്ങുന്ന പ്രോസസ് ആണ് റിഡക്ഷൻ. സോ നിരോക്സീകരണം അത് ശരിയായ പ്രസ്താവനയാണ്. ലാസ്റ്റ്, ഡ്യൂറിംഗ് സെൽ റിയാക്ഷൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ആണ്. Cu2+, the concentration of Cu2+ decreases എന്നാണ് പറയുന്നത്. അതായത് സെൽ റിയാക്ഷൻ നടക്കുമ്പോൾ Cu2+ അയോണുകളുടെ കോൺസെൻട്രേഷൻ, ഗാഢത കുറയും. കറക്റ്റ് ആണല്ലേ? കാരണം ഈ സൊല്യൂഷനിൽ Cu2+ അയോണുകൾ ഇലക്ട്രോണുകളെ വാങ്ങി Cu ആയിട്ട് മാറും, കോപ്പർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ കോപ്പർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ Cu2+ അളവ് സൊല്യൂഷനിൽ കുറയും. അതുകൊണ്ടാണ് ഈ സൊല്യൂഷന്റെ നീല നിറം, ബ്ലൂ കളർ ഫെയ്ഡ് ആകും. റെഡി അല്ലേ? സോ ഇത്രയും ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം.